എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാവിലെ തന്നെ ഗോമതി എഴുന്നേറ്റ് അടുക്കള കയറി ജോലികളൊക്കെ തുടങ്ങി. ആ സമയത്താണ് മീനാക്ഷി അടുക്കളയിലേക്ക് വരുന്നത്. മീനാക്ഷിയെ കണ്ടതും ഗോമതി പറഞ്ഞു, മോൾക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം. ഞാൻ എടുത്തോളാം അമ്മയെന്ന് പറയാണ്. പിന്നീട് മീനാക്ഷി ചായയൊക്കെ എടുക്കുന്ന സമയത്ത് ഗോമതി എന്ത് ചെയ്യാണ്, അവർക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള. ഈ സമയത്ത് ഗോമതി പറഞ്ഞു, ഇനിയിപ്പം കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് പുതിയൊരാളും കൂടെ വരാൻ പോവല്ലേ. അവരും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഈ വീട്ടിൽ നല്ല സന്തോഷമായിരിക്കും. എല്ലാരും കൂടെ കൂടി ചേർന്ന് മീനാക്ഷി മോൾക്ക് ഒരു കൂട്ടായി. ഇനിയിപ്പൊ നിങ്ങൾ പോയി കഴിയുമ്പോൾ എനിക്കും ഒരു കൂട്ടായെന്ന് പറയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ ഇരിക്കുന്നത്, എല്ലാരും പോയി കഴിയുമ്പോൾ. പിന്നെ ആനന്ദിന്റെ പെണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വർത്താനം പറയാനൊക്കെ ഒരാളായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, ആ കുട്ടി വന്നിട്ട് വീട്ടിൽ ഇരിക്കുമേ, കാരണം ഇംഗ്ലീഷ് ആണെന്നല്ലേ പറഞ്ഞേ, അപ്പൊ അതും ചിലപ്പോ എന്തേലും ജോലിക്കൊക്കെ ട്രൈ ചെയ്യുമായിരിക്കും എന്ന് പറയാണ്. അത് ശരിയാ മോളെ, എന്നാലും എനിക്കൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒത്തൊരുമയോട് കൂടി പോയാൽ മതി. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും ഒരമ്മായിമ്മ പോരോ ഒരു മരുമോളെ പോലെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. സന്തോഷമായിട്ടല്ലേ എന്റെ മീനാക്ഷി മോളെ പോലെ തന്നെ ഒരു കുട്ടി കുടുംബത്തിലേക്ക് വന്നാൽ മതി. അതുപോലെ തന്നെ മിത്രമോളും പാവമല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരിയാ, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള, പിന്നെ എങ്ങനെ സന്തോഷിക്കായിരിക്കും. ഞാൻ മാത്രമല്ല, ബാലേട്ടനും ഭയങ്കര സന്തോഷത്തിലാ. ബാലേട്ടൻ എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഇപ്പൊ അത് മാത്രമേ ചിന്തയുള്ളൂ, കല്യാണത്തെ കുറിച്ച് മാത്രം. പിന്നെ ആനന്ദിന്റെ കാര്യം പറയാണ്ടോ, ആനന്ദ് കല്യാണം പറഞ്ഞും വേണമെന്ന് വെച്ചവനല്ലേന്ന് ചോദിക്കാം. അത് ശരിയാ, ആനന്ദന്റെ മാറ്റം അമ്മ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞേ. ഇത്ര പെട്ടെന്ന് ഒരു മനുഷ്യന് മാറാൻ പറ്റുമോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞായിരുന്നു, എങ്ങനെ ഒരു കല്യാണം ഒരു പെൺകുട്ടിനെ കാണാൻ പോകാൻ പറഞ്ഞിട്ട് ആനന്ദേട്ടനാണെങ്കിൽ സമ്മതമല്ലെന്ന് പറഞ്ഞിരുന്ന ആളാ. ഇപ്പൊ കണ്ടില്ലേ, ആനന്ദേട്ടൻ ഈ പെൺകുട്ടിയെ തന്നെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ. ഇത് കേട്ടതും ഗോമതി ചിരിച്ചു. അതെ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോളെ എന്ന് പറയാണ്. ഇതാ ചിലപ്പോ ദൈവം നിശ്ചയെന്നൊക്കെ പറഞ്ഞേ ഒരു പക്ഷേങ്കില് ബാലേട്ടൻ ആലോചിച്ചുറപ്പിച്ചൊരു ബന്ധം കൊണ്ടുവരണമായിരിക്കും. എന്നാണെങ്കിലും ബാലേട്ടന് സന്തോഷമായി. ബാലേട്ടന്റെ ശബ്ദം അങ്ങനെ നിറവേറ്റാൻ പറ്റൂലോ. 50 ദിവസത്തിനുള്ളിൽ തന്നെ ആനന്ദിന്റെ കല്യാണം നടത്താൻ പറ്റൂലോ എന്ന് പറയാണ്. അത് ശരിയാന്ന് പറയാണ്. പിന്നീട് ഗോമതി എന്ത് ചെയ്യാണ്, ബാലിനുള്ള ചായയൊക്കെ ഏട്ടം കൂടെ വരുമ്പോഴത്തേനും ബാലിന് നടക്കാൻ പോയിട്ട് വരുവാണ്. ബാലിന് ചായ കൊണ്ടേ കൊടുത്തിട്ട് ഗോമതി അങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ബാലൻ വിളിച്ചു ഗോമതിനെ വിളിക്കുകയാണ്. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയാം. അപ്പൊ മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വന്നു. മീനാക്ഷിയോട് പറഞ്ഞു, മോളും ഇവിടെ ഇരിക്കാൻ പറയാണ്. എന്താ വെച്ചാ എന്താ കാര്യം ചോദിക്കാം. അല്ല, എന്താണ് പെണ്ണൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇനി നമുക്ക് അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോകണ്ടേ, കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കണ്ടേന്ന് ചോദിക്കാം. അത് കേട്ടത് ഗോമതി പറഞ്ഞു, അത് ശരിയാ, അത് വേണമെന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, കാരണം ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന് അറിയാലോ. 50 ദിവസം, ആ 50 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ കല്യാണം എനിക്ക് നടത്തണം. ദൈവമായിട്ട് എങ്ങനെ ഒരു ഇത് കൊണ്ടെത്തുന്നത്. അപ്പൊ ഇത് ആരെങ്കിലും പറിച്ച് ഈ വിവാഹം മുടക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ആക്കണമെന്ന് പറയാണ്. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോ വേറെ നോക്കാനില്ല, ആനന്ദേട്ടനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ടേക്ക് അവരുടെ വീട് കാണാൻ പോകാന്ന് പറയാണ്. ഗോപതി ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഉദയഭാനു സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു പറയാണ്. അല്ല, ഇപ്പൊ വിളിച്ചു പറയാനോ, അതിനെന്താ കുഴപ്പം, ഇപ്പൊ തന്നെ വിളിച്ചു പറ എന്ന് പറയാണ്. പിന്നീട് ബാലൻ എന്ത് ചെയ്യണം, ഉദയഭാനുവിന്റെ നമ്പറിലേക്ക് വിളിക്കുക. ഈ സമയം ഉദയഭാനു എന്ത് ചെയ്യണം, പുറത്ത് നിൽക്കുന്ന സമയത്താണ് കോള് വരുന്നത്. ബാലനാണല്ലോ വിളിക്കുന്നത്. ദൈവമേ, ഇനിയിപ്പോ തന്നെ കുറിച്ചുള്ള കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചോ, അതുകൊണ്ടെങ്ങാനുമാണ് വിളിക്കുന്നത്. ആകെപ്പാട് ടെൻഷൻ. പിന്നീട് ഉദയഭാനു രണ്ടും കൽപ്പിച്ച് ഫോൺ എടുക്കുകയാണ്. ഫോൺ തിരിച്ച്, എന്താ ബാല, എന്താ വിശേഷത്തിന് ചോദിക്കാം. അല്ല, അത് പിന്നെ എന്താന്ന് വെച്ചാലേ കണ്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തല്ലോ, ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വീട് കാണ ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അത് നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ അത് വേണം ബാല, അത് വേണമെന്ന് പറയണേ. അല്ല, സാറിന്റെ അഭിപ്രായം എന്നാന്ന് ചോദിക്കാം. അത് പിന്നെ ബാലൻ എന്ത് പറയുന്നു അത് തന്നെയാ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, എന്ന് വേണേലും കാണാൻ വരാന്ന് പറയാം. അല്ല, ഞങ്ങള് പെൺവീട് കാണാൻ വരണമല്ലോ, അങ്ങനെ ഒരു ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അതിനെന്താ ബാല, നിനക്ക് എപ്പം വേണം വരാന്ന് പറയണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഉദയഭാനു സാറ് ആ ഇതൊക്കെ നോക്കിയിട്ട് എന്നാ വരണ്ടേന്ന് നോക്കിയിട്ട് നിനക്ക് സൗകര്യമായിട്ടുള്ള ദിവസം കൂടെ പറഞ്ഞാൽ മതി, ഞങ്ങൾ അന്ന് വീട്ടിലേക്ക് എത്തിയേക്കാന്ന് പറയണം. അത് ശരി ബാല, ഞാനത് അറിയിക്കാന്ന് പറയാണ്. അല്ല, എന്തിയേ ശ്രീകല ചേച്ചി എന്തിയെന്ന് ചോദിക്കണം. ശ്രീകല എവിടെയുണ്ട്. പിന്നീട് ശ്രീകലയുടെ അടുത്തേക്ക് ഉദയഭാനു ഓടിച്ചെന്ന് ഫോൺ കൊടുക്കുകയാണ്. പിന്നീട് ഗോമതി ശ്രീകലയോട് സംസാരിക്കുകയാണ്. ഗോമതിയുടെ കയ്യിലേക്ക് ബാല ഫോൺ കൊടുത്തു. ശ്രീകലയോട് ചോദിച്ചു, അല്ല സുഖമൊക്കെയാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാം. കുഴപ്പമില്ലായിരിക്കുന്നു, എന്തിയെ മക്കൾ എന്തിയെന്ന് ചോദിക്കണം. അവരകത്തുണ്ടെന്ന് പറയണം, അവരെ കൂടെ അന്വേഷിച്ചെന്ന് പറയണം എന്നൊക്കെ പറയാ. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം ഞങ്ങളുടെ ആഗ്രഹം. അതിനെന്താ, നമുക്ക് നേരത്തെ തന്നെ നടത്തിയേക്കാലെന്ന് പറയാം, ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാന്നൊക്കെ പറയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പത്തേനും ഉദയഭാനു ചങ്കത്തടിച്ച് നിലവിളിക്കുക. എന്റെ ഭഗവാൻ, ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്താ കാര്യം ചോദിക്കാം. അവര് പെൺവീട് കാണാൻ വരുവാന്നല്ല പറഞ്ഞേ, ഈ വീട്ടിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുമോ, എത്രയും പെട്ടെന്ന് ഒരു വീട് സംഘടിപ്പിക്കേണ്ടതെന്ന് ചോദിക്കും. അത് ശരിയാണല്ലോ, ഈ കോളനിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയാണ് അന്നത്തോടു കൂടി ഈ ബന്ധം അവസാനിച്ചു. നമുക്ക് നല്ല അടിപൊളി വീട് കണ്ടെത്തണം.
ബാലന്റെ വീടിന് അത്ര ഒക്കത്തില്ലെങ്കിലും അതുപോലെയൊക്കെ തന്നെ നല്ലൊരു അടിപൊളി വീട് വേണ്ടേ, പക്ഷെ വീട് വാടകയ്ക്ക് എടുക്കണ്ടേ, അല്ലെങ്കിൽ അതിനെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നേ. ഇത് കേട്ടതും പെട്ടെന്ന് അവർ പറഞ്ഞു, അല്ല ഇതിനുള്ള പണം എവിടുന്ന് കിട്ടും സേല ചോദിക്കാണ്. പണം അത് നമുക്ക് ആരെയും കറക്കാം, എന്തേലും ചെയ്തല്ലേ മതിയാവുള്ളൂ ചോദിക്കാണ്. ആ സമയം ശ്രീദേവി അങ്ങോട്ട് വന്നിട്ട് എന്താച്ചാ കാര്യം, ഇതേ കാര്യമൊക്കെ ഉണ്ട് എന്റെ മോളെ, അവര് പെണ്ണു വീട് കാണാൻ വരുന്നത്. അയ്യോ അച്ഛാ, ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാ, ഉടനെ നമ്മൾ അടുത്തൊരു പ്ലാൻ നടത്തിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും, മോളുടെ കല്യാണം നടക്കില്ല എന്ന് പറയാണ്. ഇത്ര നാള് ഉണ്ടാക്കി വെച്ചൊക്കെ വെറുതെ ആയി പോകുന്നു പറയാണ്. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും, അന്ന് ഓളത്ത് മോള് വിഷമിക്കണ്ട, മോൾ ഇനി ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട, ആ കാര്യങ്ങൾ അച്ഛനും അമ്മയും നോക്കിക്കോളാം. എന്താളും ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കാമെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ ആണോ നോക്കാൻ പറ്റാത്ത, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭാനും അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ശ്രീദേവിക്ക് നല്ല ടെൻഷനുണ്ട്, എന്തായി തീരുന്നോർത്ത്. കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പറഞ്ഞ തന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാനും പോകുന്നത്. ആ വീടിന്റെ സ്ഥിതിഗതികൾ എന്താന്ന് പോലും അറിയത്തില്ല. അവിടെ ചെന്ന് തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യമൊക്കെ ഒരു തീരുമാനമാവും. അങ്ങനെയൊക്കെ ഒരു ശ്രീദേവി അകത്തേക്ക് അവിടെ കയറി പോവാണ്. ഈ സമയം ആര്യൻ എന്ത് ചെയ്യുവാണ്, ആര്യനന്ന് ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആര്യൻ കിട്ടിയ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നേരെ ബുക്ക് സ്റ്റാളിലേക്ക് പോവാണ്. ബുക്ക് സ്റ്റാളിൽ ചെന്നിട്ട് കുറച്ച് IASന്റെ ടെസ്റ്റുകളൊക്കെ വാങ്ങിക്കണം. അപ്പം മിത്രയ്ക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വേണം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് IAS കാരി ആവണം എന്നുള്ളത്. അങ്ങനെ ടെസ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുക. അന്ന് മിത്രയ്ക്ക് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പം മിത്രയോട് വീട്ടിലിരുന്ന് പഠിച്ചോളാൻ പറഞ്ഞിട്ടാണ് ആര്യം പോയിരുന്നത്. അങ്ങനെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആര്യം കുറച്ച് നേരത്തെ അങ്ങോട്ട് വരുവാണ്. നേരത്തെ വന്നു കഴിഞ്ഞപ്പോൾ മിത്ര ചിതെന്താ നേരത്തെ വന്നേന്ന് ചോദിക്കുക. അതെ, ഇന്ന് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോകാമെന്ന് പറയാണ്. പിന്നീട് മിത്രയുടെ കയ്യിലേക്ക് കുറെ ടെസ്റ്റുകൾ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇത് നിനക്ക് IASന് പ്രിപ്പയർ ഉള്ള പുസ്തകങ്ങളാ, ഇതിൽ നിന്ന് പഠിക്കണമെന്ന് പറയാണ്. ഇത് കേട്ടോ മിത്ര ചോദിച്ചു, അതെന്താ ഇപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങിയതോ, അത് ഈ പൈസ ഇല്ലാത്ത സമയത്ത് വാങ്ങിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതൊന്നും സാരമില്ല, പൈസ നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ഉണ്ടാവും. പക്ഷെങ്കില് ദേ നിനക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളാ, നീ പഠിക്കണം, നിന്റെ ആഗ്രഹമല്ലായിരുന്നോ, നീ വീട്ടിൽ വെച്ച് പറഞ്ഞല്ലായിരുന്നോ നിനക്ക് IAS കാരി ആണെന്നൊക്കെ? അത് ഞാൻ അപ്പോഴത്തെ ഇത് പറഞ്ഞല്ല ആര്യ, ഇപ്പൊ അതൊന്നും കുഴപ്പമില്ല, ഞാൻ അത് കാര്യമായിട്ട് എടുക്കുന്നില്ലെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്നെ വെല്ലുവിളിച്ചാ നീ IAS കാരി ആവുന്നൊക്കെ. അപ്പൊ നിനക്ക് IAS കാരി ആണെങ്കിൽ നീ പഠിച്ചാൽ മതിയാവുള്ളൂ, 6 മാസം കൂടെ ഉള്ളൂ പരീക്ഷയ്ക്ക്. ആ സമയത്ത് വാശിയോടുകൂടി പഠിച്ചാലോ നമുക്ക് IAS കാരി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം. അത് വേണം ആര്യ, അത് വേണം. ദേ എന്നെ വെറുതെ നാണം കെടുത്തല്ല, അറിയാലോ. എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ IAS കാരനാവണമെന്നുള്ളത്. ആ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ നോക്കിയിട്ട് എന്റെ ഭാര്യയെങ്കിലും ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് പറയാ. അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുക. ആരിനും കൂടെ അതും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പം മിത്രയ്ക്ക് വല്ലാത്ത സങ്കടമായി. തനിക്ക് വേണ്ടിയിട്ട് ആരിന് എത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ തനിക്ക് IAS അങ്ങനെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആരുടെ മനസ്സ് വേദനിക്കും. അതൊരു കാരണവശാലും പാടില്ല. തന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ മിത്ര എടുക്കുന്നുണ്ട്. ഈ സമയം ഗോമതി ആരിനെ വിളിക്കുകയാണ്. ആരിനെ വിളിച്ചിട്ട്, മോനെ നീ ഇത് എവിടെയാന്ന് ചോദിക്കാം. ഞാൻ വീട്ടിലാമേ. അല്ല എന്താ അമ്മേ വിളിച്ചേ? അല്ല അത് പിന്നെ അറിഞ്ഞല്ലോ ആനന്ദേണ്ട കല്യാണമൊക്കെയാ, ഇനി ഉടനെ പെൺവീട് കാണാനായിട്ട് പോകുന്നു പറയണം. അതിനെന്താമ്മേ പെൺവീട് പോയി കണ്ടിട്ടൊക്കെ വരാൻ പറയണം. അല്ല മോനെ നീ വരുമോന്ന് ചോദിക്കണം. ഞാനെന്തിനാമ്മ വരുന്നേ? അല്ല മോനെ നീ അന്ന് ക്ഷേത്രത്തിലോ വന്നില്ല, പെൺവീട് കാണാനെങ്കിലും നീ വരുവോ? നീ വരാതിരിക്കില്ല. അച്ഛന്റെ സ്വഭാവം അറിയാലോ, അച്ഛൻ വന്ന് വിളിക്കുന്നൊന്നും പ്രതീക്ഷ വേണ്ട, ഉടനെ എന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീയും കൂടെ വരുവോ മോനെന്ന് ചോദിക്കാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടാമേ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഇനി ഞാൻ വന്നിട്ട് ആ നല്ല ചടങ്ങ് വെറുതെ എന്തിനാ കുളവാക്കുന്നേ? എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അച്ഛൻ എന്തേലും പറയും, അപ്പൊ ഞാനും തിരിച്ചു പറയും. പിന്നീട് ആ ചടങ്ങ് കുളവാവും. ആനന്ദേട്ട് കാത്തുകാത്തിരുന്ന് നല്ലൊരു ബന്ധമല്ലേ, വെറുതെ ഞാനായിട്ട് എന്തിനാ ആ ബന്ധത്തെ തകർക്കുന്നേ? അതിന്റെ ആവശ്യമില്ലോ എന്ന് പറയണം. എന്നാലും മോനെ നീ ഇല്ലാതെ എങ്ങനെയാ? അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. കല്യാണമൊക്കെ വരുമല്ലോ. കല്യാണത്തിന്റെ സമയത്ത് എന്താളും ഞാൻ എല്ലാത്തിനും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അമ്മയ്ക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ടെന്ന് പറയണം. ശരിയെന്ന് പറയാം. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദനും ഒരാഗ്രഹം, മീനാക്ഷിനെ അല്ല ശ്രീദേവിനെ ഒന്ന് വിളിക്കണമെന്ന്. പക്ഷെ നമ്പരും കാര്യങ്ങളൊന്നും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം മീനാക്ഷിയോട് പറഞ്ഞാലോ? അങ്ങനെയൊക്കെ ഓർത്തോണ്ട് നേരെ മീനാക്ഷി അടുത്തേക്ക് ചെല്ലുവാണ്. മീനാക്ഷി അടുത്തോണ്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം. എന്ത് കാര്യം ആനന്ദേട്ടൻ പറയാനുള്ളേ? അല്ല അത് പിന്നെ ആ ശ്രീദേവിയുടെ നമ്പർ ഇന്ന് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. എന്തിനാ ശ്രീദേവിയുടെ നമ്പര്? അല്ല ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാൻ. ഓഹോ, അപ്പൊ ഫോൺ വിളിച്ച് സംസാരിക്കണം അല്ലെ? ഇപ്പൊ അതാണ് കാര്യം. കൊള്ളാലോ ആനന്ദേട്ടൻ. ആഹാ, അപ്പൊ കല്യാണത്തിന് മുമ്പ് ഫോൺ ചെയ്യണം അല്ലേ? അപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ആളായിരുന്നല്ലോ, പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചൊന്നും ഇല്ലല്ലോ. ഓ, പിന്നീട് മീനാക്ഷി ബാലിന്റെ അടുത്തേക്ക് ചെല്ലണം. ബാലിന്റെ അടുത്ത് എന്നിട്ട് അല്ല അച്ഛാ, ഉദിഭാനു സാറിന്റെ നമ്പറും തരാമെന്ന് ചോദിക്കുക. എന്തിനാ മോളെ ഇപ്പൊ ഉദയഭാനു സാറിന്റെ നമ്പർ എന്തിനാ ചോദിക്കുക? അത് പിന്നെ ആനന്ദേട്ടന് എന്തോ സംസാരിക്കാറുണ്ട് ആ ശ്രീദേവിയോട്, അപ്പൊ അതെന്തോ ചോദിക്കാനായിട്ടാന്ന് പറയണം. എന്ത് ചോദിക്കാനായിട്ട്?
അല്ല അത് പിന്നെ അറിയത്തില്ല. ആ ശരി, എന്നാ നമ്പർ എടുത്തോളാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് മീനാക്ഷി എന്ത് ചെയ്യാണ്, ആനന്ദിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ നമ്പർ ഡയൽ ചെയ്ത് കൊടുത്തിട്ട് ആനന്ദിന്റെയിലേക്ക് ഫോൺ കൊടുക്കുകയാണ്, സംസാരിക്കാൻ പറയാണ്. അങ്ങനെ ആനന്ദ് ഫോൺ വിളിക്കുകയാണ്. ആ സമയത്ത് അങ്ങ് ശ്രീകലയാണ് കോൾ എടുത്തത്. ശ്രീകല കോൾ എടുത്തിട്ട് ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു നിമിഷം ആനന്ദിന് ഒരു പതർച്ച ഉണ്ടായി, എന്ത് പറയണമെന്ന് അറിയില്ല. അല്ല അത് പിന്നെ ശ്രീദേവി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ശ്രീദേവി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പാതിരാത്രിക്ക് വിളിച്ചിട്ട് എന്തിനാ ശ്രീദേവിയെ അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ പരുഷമായ രീതിയിൽ ആനന്ദിനോട് സംസാരിക്കുകയാണ്. ആനന്ദിന് ആ പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ശ്രീകലയ്ക്ക് അറിയില്ലായിരുന്നു ഇത് ആനന്ദ വിളിക്കുന്നുള്ള കാര്യം അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് ആനന്ദ് ഇങ്ങനെ തരിച്ചു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മീനാക്ഷി എന്താന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആനന്ദ് മീനാക്ഷിയുടെയിലേക്ക് ഫോൺ കൊടുത്തു. അപ്പൊ മീനാക്ഷി ഹലോ പറഞ്ഞു. ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും മീനാക്ഷി ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിച്ചപ്പം മീനാക്ഷി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാന് ദേവമംഗലത്തിന്ന്. ദേവമംഗലത്തിന്നോ? ദേവമംഗലത്തിന്ന് ആരാ? അത് പിന്നെ ഞാൻ ആകാശിന്റെ ഭാര്യയാന്ന് പറയാണ്. എന്നിട്ട് നിങ്ങളിത് മുമ്പേ പറഞ്ഞില്ല, മുമ്പേ വേറെ ആരാണല്ലോ സംസാരിച്ചെന്ന് പറയാ. അത് പിന്നെ ആനന്ദേട്ടനായിരുന്നു പറയണേ. ആനന്ദായിരുന്നു വിളിച്ചേ. എന്നിട്ട് ആനന്ദ് പറഞ്ഞില്ല. അല്ല അത് പിന്നെ ശ്രീദേവിയോട് സംസാരിക്കാൻ വേണ്ടിട്ട്. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് വന്നു. ബാലൻ എന്താന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ബാലൻ ആ ഫോണും കൂടെ തരാൻ പറഞ്ഞു ഫോണും കൂടെ മേടിക്കുകയാണ്. പിന്നീട് ബാലൻ സംസാരിക്കുകയാണ്. ബാലൻ സംസാരിച്ചപ്പോൾ ശ്രീകല പറഞ്ഞു, അയ്യോ ഇതാരാ? ബാലനായിരുന്നു, അറിയത്തില്ലായിരുന്നു കേട്ടോ. കാരണം ആനന്ദ് വിളിച്ചു കഴിഞ്ഞ് ശ്രീദേവി ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ പാതിരാത്രി വിളിച്ച് പെൺകുട്ടീനെ അന്വേഷിക്കുമ്പോഴും ഒന്നാമത്തെ കാര്യം കല്യാണമൊക്കെ ആയിട്ട് ഇരിക്കുമല്ലേ, അതുകൊണ്ട് ഒരു ടെൻഷൻ ആയതുകൊണ്ട് ആനന്ദിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയാണ്. ഇതേട്ടൻ ബാലിന് കാര്യമൊന്നും മനസ്സിലായില്ല. ബാലിന് മനസ്സിലായി ആനന്ദ് എന്തോ ചോദിക്കോ എന്തോ ചെയ്തു, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയണേന്ന്. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അവനെന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനായിരുന്നു നമ്പർ കൊടുത്തേ. അല്ല അത് പിന്നെ ബാല ഇന്നത്തെ കാലമല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം പെൺകുട്ടികളുടെ ഒക്കെ സ്വഭാവമല്ലേ. ചിലപ്പം ഇനിയിപ്പോ പാതിരാത്രി വിളിച്ച് ഈ ശല്യപ്പെടുത്തുന്ന ആണുങ്ങളും കാണുമല്ലോ. ഇനിയിപ്പോ പെൺകുട്ടികളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചിട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലോ പിറ്റേ ദിവസം അച്ഛനും അമ്മേനെ വേർപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് അവരവരുടെ പാട് നോക്കിപ്പോ. കാലമില്ല കാലമാണേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയണം. അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ കോള് കട്ട് ചെയ്യുകയാണ്. ഈ സമയം ആകെപ്പാടെ ഒരു ചമ്മലായിപ്പോയി മീനാക്ഷിക്ക്. മീനാക്ഷി ഒരു ചമ്മലോടുകൂടി ബാലിനെ ഇങ്ങനെ നോക്കുവാണ്. പിന്നീട് ഫോണും മേടിച്ചിട്ട് മീനാക്ഷി പതുക്കെ അങ്ങോട്ട് പോവാണ്. അപ്പൊ ആനന്ദ് അവിടെ ആകെപ്പാടെ നാണം കിട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആനന്ദിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്, ആനന്ദേട്ടാ ഞാൻ ആകെപ്പാടെ നാണം കിട്ടുപോയി. ഇതുപോലൊരു അവസ്ഥ. അതെ ഇനി എന്നോട് പറഞ്ഞേക്കില്ല കേട്ടോ. ഇനി നമ്പരൊക്കെ വേണമെങ്കിൽ അതെ ഇനി കാണാൻ ചെന്ന് കഴിയുമ്പത്തിന് ആ പെൺകുട്ടിയോട് നേരിട്ട് മേടിച്ച് വേണമെങ്കിൽ വിളിച്ചോണം, എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കല്ലെന്നും പറഞ്ഞോണ്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ആകെപ്പാടെ ചമ്മി നാണം കെട്ട് ആനന്ദ് നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.